നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര. നമ്മുടെ നാട്ടിൽ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ തൈര് കഴിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ തൈര് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതായത് ഒരുപാട് ന്യൂട്രീഷൻസ് ഉണ്ട്. അതായത് കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B12, അതുപോലെ തന്നെ നമ്മുടെ ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നമ്മൾ തൈര് കഴിക്കുന്നതുകൊണ്ട് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ്, അതായത് നല്ല ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുകയും ചീത്ത ബാക്ടീരിയ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കും. ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബോൺ ഹെൽത്തിനും പല്ലിൻ്റെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ്. ഇത് ഹൈ ബി പി ഉള്ളവർ തൈര് കഴിക്കുന്നത് BP ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്. ഇത് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അത് നമുക്ക് വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിനെ മോരാക്കി കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നൈറ്റിൽ തൈര് കഴിക്കുന്നത് ഒഴിവാക്കുക. എന്തുകൊണ്ടാണ് ഇതങ്ങനെ നൈറ്റിൽ തൈര് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് കഫദോഷം ഇൻക്രീസ് ആവുന്നത് ആ സമയത്താണ്. അതുകൊണ്ട് ഈ മൂക്കടപ്പ്, ജലദോഷം പോലെയുള്ളവർ നൈറ്റിൽ തൈര് കഴിക്കുന്നത് ഒഴിവാക്കുക. കഴിച്ച് മതിയാവും എന്നുള്ളവരാണെങ്കിൽ നമുക്ക് സവാള, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, കുരുമുളകൊക്കെ ആഡ് ചെയ്ത് ഒരു സാലഡ് പോലെ ആക്കി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തൈര് കഴിക്കുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും